virgin, our defender, suffered and crucified. Forgiveness is in you. Descended into darkness, you rose in glorious light. Forever seated high. I believe in God our Father. I believe in Christ the Son. I believe in the Holy Spirit. Our God is three in one. I believe in the resurrection, that we will rise again. For I believe in the name of Jesus. I believe in you. I believe you rose again. I believe that Jesus Christ is Lord. I believe in God our Father. I believe in Christ the Son. I believe in the Holy Spirit. Our God is three in one. I believe in the resurrection, that we will rise again. For I believe in the name of Jesus. I believe in God our Father. I believe in Christ the Son. I believe in the Holy Spirit. Our God is three in one. I believe in the resurrection, that we will rise again. For I believe in the name of Jesus. For I believe in the name of Jesus. For I believe in the name of Jesus. We believe in Lord. സിസ്റ്റേഴ്സ്, പ്രിയ സഹോദരന്മാരെ, സഹോദരിമാരെ, തിരുവനന്തപുരം അതിരൂപതയുടെ ഹൃദയം എന്ന എല്ലാ കാലത്തിനും വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ളത് സെമിനാരിയാണ്. അതിന് കാരണം ഈ രൂപതയുടെ അനുഗ്രഹിക്കപ്പെട്ട നിരവധിയായ വൈദികരെ വാർത്തെടുക്കുന്നതിന് ഏറ്റവും ആദ്യവും പ്രഥമവുമായ പങ്കുവഹിച്ചിട്ടുള്ളത് ഈ മൈനസ് സെമിനാരിയാണ്. അതുകൊണ്ട് തന്നെ വൈദികരെ സ്നേഹിക്കുന്ന, സഭയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഈ സെമിനാരിയോട് തീർത്താൽ തീരാത്ത സ്നേഹവും, തിരിച്ച് സെമിനാരിയിലുള്ള ഓരോരുത്തർക്കും അങ്ങോട്ടും ഒരു കടപ്പാടും ഹൃദയബന്ധവും എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഇന്ന് ഈ സായം സന്ധ്യയിൽ നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ അതിരൂപതയുടെ ഈ മൈനസ് സെമിനാരിയുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ വിൻസെന്റ് ഡി പോളിന്റെ തിരുനാൾ ആഘോഷവുമായി ബന്ധപ്പെട്ട സന്തോഷം പങ്കുവയ്ക്കാനാണ്. ഈ ക്യാമ്പസിനകത്ത് ഇപ്പോൾ ഒരുമിച്ച് കൂടിയിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും നേരിട്ടും അല്ലാതെയും ഒക്കെ ഈ സെമിനാരിയെയും ഇതിലെ വൈദിക വിദ്യാർത്ഥികളെയും വൈദികരെയും ഏറെ സ്നേഹിക്കുന്നവരാണ് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. എല്ലാ രീതിയിലും ഞങ്ങളെ സ്നേഹിക്കുന്ന, ഈ സെമിനാരിയെ സ്നേഹിക്കുന്ന, വൈദികരെ സ്നേഹിക്കുന്ന, തിരുവനന്തപുരം അതിരൂപതയെ സ്നേഹിക്കുന്ന കുറേ മനുഷ്യരുടെ ഇടയിലാണ് ഞങ്ങൾ ഈ പരിപാടി അവതരിപ്പിക്കുകയും ഞങ്ങളുടെ സ്നേഹം പങ്കുവെക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ പരസ്പരം ഈ കൂട്ടായ്മയ്ക്ക് ഒരു മാനദണ്ഡമേ ഉള്ളൂ, അത് നമ്മുടെ പരസ്പരമുള്ള സ്നേഹമാണ്. ഈ സ്നേഹം തീർച്ചയായിട്ടും അതിൻ്റെ അടിസ്ഥാനം ക്രിസ്തുവാണ്. ഒരു നിമിഷം നമ്മൾ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുകയാണ്. ഈ നിമിഷം ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ എല്ലാവരുടെ സ്നേഹത്തിലും ബന്ധങ്ങളും ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് കരങ്ങൾ കൂപ്പാം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 13-ാം അധ്യായം. ഞാൻ പുതിയൊരു കൽപ്പന നിങ്ങൾക്ക് നൽകുന്നു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ.
നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് അതുമൂലം എല്ലാവരും അറിയും. സ്നേഹസ്വരൂപനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ വിൻസെന്റ് പോളിന്റെ മാധ്യസ്ഥതയിൽ അങ്ങേ സന്നിധിയിൽ ഞങ്ങൾ ഒരുമിച്ചണഞ്ഞിരിക്കുമ്പോൾ ഞങ്ങൾ എല്ലാവരെയും അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഈ ഒരു സായം സന്ധ്യയിൽ ഞങ്ങളുടെ പരസ്പര സ്നേഹവും കൂട്ടായ്മയും സഭയുടെ വളർച്ചയ്ക്കും സഭയുടെ ഉന്നമനത്തിനുമായി തീരുവാൻ ഇടവരുത്തണമേ. അങ്ങയുടെ കൃപാവർഷത്താൽ ഞങ്ങളുടെ സമർപ്പണ ജീവിതം ഏറ്റവും അർത്ഥപൂർണവും നന്മയുമായി തീരുവാൻ ഇടവരുത്തണമേ. ഈ ഒരു തിരുനാളിൽ ഞങ്ങൾ ചിന്തിക്കുന്ന പ്രത്യാശയുടെ കിരണങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങളുടെ ചിന്തയിലും വാക്കിലും എന്നും നിറവേറുവാനും ഞങ്ങളെ കണ്ടുമുട്ടുന്ന ഓരോ മനുഷ്യരിലും പ്രത്യാശയുടെ നന്മകൾ പകർന്നു കൊടുക്കുവാനും ഞങ്ങൾ എല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. 2-3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കുമെന്ന് അങ്ങ് അരുൾ ചെയ്തു. അങ്ങയോട് ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങളുടെ മധ്യേ അങ്ങ് സാന്നിധ്യമായി നിറവായി കൂടെ ഉണ്ടാകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടൊള്ളണമേ. നമുക്കിരിക്കാം. സ്നേഹമുള്ളവരെ, സെമിനാരിയുടെ നാഥനും പിതാവുമായി ഞങ്ങളുടെ കൂടെ ഞങ്ങളെ നയിക്കുന്നത് ബഹുമാനപ്പെട്ട ആൻഡ്രൂസ് കോസ്മോസ് അച്ഛനാണ്. അച്ഛനെക്കുറിച്ച് എന്നെക്കാളും അധികം ഒരുപക്ഷെ എൻ്റെ മുമ്പിലുള്ള ഓരോരുത്തർക്കും പറയാനുണ്ടാകും. ഏറെ സൗമ്യനായി വളരെ കൃത്യതയോടെ തൻ്റെ ദൗത്യവും ഉത്തരവാദിത്വവും ഒക്കെ നിർവഹിക്കുന്ന ഒരു വിശുദ്ധനായ പുരോഹിതൻ. അതുകൊണ്ട് തന്നെ ഈ വൈദിക വിദ്യാർത്ഥികൾ എല്ലാ കാലത്തും മാതൃകയാക്കാവുന്ന വിധത്തിൽ ഒരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതമാണ് അച്ഛൻ ഇവിടെ ജീവിച്ചു തീർക്കുന്നതെന്ന് പലപ്പോഴും അച്ഛൻ്റെ ജീവിതം കണ്ട് എനിക്ക് അത്ഭുതമായി തോന്നാറുണ്ട്. ഒത്തിരി സ്നേഹത്തോടെ എല്ലാവരെയും സ്വാഗതം ചെയ്ത് സംസാരിക്കുവാൻ സെമിനാരി ഡയറക്ടർ ബഹുമാനപ്പെട്ട ആൻഡ്രൂസ് കോസ്മോസ് അച്ഛനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എന്നെ കാണാൻ അല്പം കൂടെ ലൈറ്റ് ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ മേളിൽ നിൽക്കുകയാണ്. അഭിനന്ദ പിതാവേ, സ്നേഹബഹുമാനമുള്ള വൈദികരെ, പ്രിയ സിസ്റ്റേഴ്സ്, വിവിധ ഫോർമേഷൻ ഹൗസിൽ വന്നിട്ടുള്ള ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, CRPF അമ്മത്രേസ്യ ദേവാലയത്തിൽ നിന്ന് വന്നിട്ടുള്ള സഹോദരങ്ങളെ, മംഗലപുരം പള്ളി സംഭവത്തിൽ വന്നിട്ടുള്ള പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ രൂപതയിലെ പ്രിയപ്പെട്ട വൈദികരെ, പ്രത്യേകിച്ച് എല്ലാവരെയും നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യാനായിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുക. നിങ്ങളുടെ എല്ലാം ഈ പ്രസൻസ്, ഈ സാന്നിധ്യം ഈ സെമിനാരിയെ ഏറെ അനുഗ്രഹീതമാക്കുന്നു, സന്തോഷപ്രദമാക്കുന്നു. ഈ സെമിനാരി ബഹുമാനപ്പെട്ട വർഗീസച്ചൻ പറഞ്ഞതുപോലെ ഒത്തിരിയേറെ വ്യക്തികളെ ക്രിസ്തുവിൻ്റെ സുവിശേഷ പ്രഘോഷകരായിട്ട് വാർത്തെടുത്തിട്ടുള്ള സ്ഥലമാണ്. ഇനിയും അത് എക്കാലവും അങ്ങനെ തന്നെയായിരിക്കും. ഈ യാത്രയിൽ ഈ വർഷം നമ്മൾ പ്രത്യേകിച്ച് ചിന്തിക്കുന്നത് പ്രത്യാശയെക്കുറിച്ചാണ്. രാവിലത്തെ കുർബാനയിൽ അഭിമന്യ മെത്രാപ്പൊലീത്ത തോമസ് നെറ്റോ പിതാവ് വളരെ മനോഹരമായിട്ട് നമ്മോട് ഈ പ്രത്യാശയിൽ ജീവിക്കേണ്ടതിനെക്കുറിച്ച് പ്രസംഗിക്കുകയും കുർബാന അർപ്പിക്കുകയും ചെയ്തു. നമ്മൾ ഈ സായാഹ്നത്തിൽ ഇവിടെ നമ്മുടെ സന്തോഷം പങ്കുവയ്ക്കാനായിട്ട് നമ്മുടെ ഈ സെമിനാരിയിലെ ബ്രദേഴ്സിൻ്റെ ഒരു കലാവിരുന്ന് നമ്മൾ ആസ്വദിക്കാനായിട്ടാണ് ഇവിടെ വന്നിരിക്കുക. ഓരോ ദൈവവിളിയും ഒരു പ്രത്യാശയുടെ ആകാനായിട്ടുള്ള വിളിയാണ്. ക്രിസ്തു ഈ ലോകത്തിൽ വന്നപ്പോഴേക്ക് അവിടുന്ന് ദൈവരാജ്യത്തിൻ്റെ മഹത്തായ സുവിശേഷം, ദൈവത്തിൻ്റെ സ്നേഹത്തെയും കാരുണ്യത്തെയും കുറിച്ച് പ്രസംഗിക്കുകയും കുറച്ച് പേരെ തന്നെ അനുഗമിക്കാൻ ആവശ്യപ്പെട്ടു. 1 ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ഈ സ്നേഹം, പിതാവിൻ്റെ കരുണയും സ്നേഹവും ലോകത്തെമ്പാടുമുള്ളവരോട് പ്രഘോഷിക്കുക എന്നുള്ളതാണ്. വിശുദ്ധ വിൻസെൻ്റ് പോളിൻ്റെ പേരിലാണ് ഈ സ്ഥാപനം അറിയപ്പെടുക. അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ ഈ പ്രത്യാശ പകരുന്ന ഒരു ജീവിതമായിരുന്നു. രോഗം മൂലവും അതോടൊപ്പം യുദ്ധഭീതിയിൽ അതിൻ്റെതായ ക്ലേശങ്ങളിൽ അനുഭവിച്ചു വന്നവരെയൊക്കെ അവരുടെ ഇടയിൽ
പ്രത്യാശ പകരുന്ന ഒരു ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. അതിനുവേണ്ടി അദ്ദേഹം രൂപീകരണ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുകയും അതോടൊപ്പം അൽമായരെ കൂട്ടി അവരുടെ ഇടയിൽ നിന്നും ഈ പ്രത്യാശ പകരുന്ന സമൂഹങ്ങളെയൊക്കെല്ലാം രൂപപ്പെടുത്താനായിട്ട് അദ്ദേഹം പരിശ്രമിച്ചു എന്നുള്ളതാണ്. അതേ പാത പിന്തുടർന്നുകൊണ്ട് ഈ ലോകത്ത് മറ്റുള്ളവർക്ക് പ്രത്യാശ നൽകുക എന്നുള്ളതാണ് ഓരോ വൈദികൻ്റെയും ഓരോ സന്യസ്തരുടെയും വിളിയെന്ന് പറയുക. ആ ദൗത്യം നിർവഹിക്കുന്ന ഈ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ഈ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷം തോന്നുന്നത് ഞങ്ങളുടെ ഈ യാത്രയിൽ പ്രത്യാശ കൊണ്ട് ഞങ്ങൾ നിറയ്ക്കാനും ഞങ്ങൾ മറ്റുള്ളവർ അപ്രകാരം പ്രത്യാശ കൊണ്ട് നിറയ്ക്കാനും വേണ്ടി സഹായിക്കുന്നവരാണ് നിങ്ങളെല്ലാവരും. നമ്മുടെ ഒരുമിച്ചുള്ള യാത്ര ദൈവഭവനത്തിലേക്കുള്ള ആ തീർത്ഥാടനത്തിൽ നമ്മൾ പരസ്പരം ഇപ്രകാരം നമ്മളുള്ളതായ ഈ വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും തീനാളങ്ങൾ അത് പ്രജ്വലിപ്പിക്കാനായിട്ട് നമ്മുടെ സാന്നിധ്യമൊക്കെ സഹായിക്കുന്നു. അപ്പോൾ ഞാൻ പ്രസംഗിക്കാനായിട്ട് വന്നതല്ല, നിങ്ങളെല്ലാവരും സ്വാഗതം ചെയ്യുന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. നിങ്ങളുടെ സാന്നിധ്യം ഞങ്ങൾക്ക് അനുഗ്രഹപ്രദമാണ്, ഏറെ സന്തോഷപ്രദമാണ്. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരെയും വിവിധ രൂപീകരണ ഭവനങ്ങളിൽ വന്നിട്ടുള്ള നമ്മുടെ ജഷ്വിറ്റ് ഭവനത്തിൽ നിന്ന്, ജൂനിയറേറ്റ് ഭവനത്തിൽ നിന്ന് വന്നിട്ടുള്ള അച്ഛന്മാരുണ്ട്, ബ്രദേഴ്സുണ്ട്. അതോടൊപ്പം കാർമൽ ആശ്രമത്തിൽ നിന്നുള്ള അച്ഛനും ബ്രദേഴ്സും ഉണ്ട്. റോസ്മിനിൻ ഭവനത്തിൽ നിന്നിട്ടുള്ള അച്ഛനും ബ്രദേഴ്സുമുണ്ട്. നമ്മുടെ അതിരൂപതയുടെ ബഹുമാനപ്പെട്ട വൈദികർ കുറച്ചധികം പേര് ഇവിടെയുണ്ട്. നമ്മുടെ തന്നെ സിസ്റ്റേഴ്സ്, ഹാൻഡ് മെയ്ഡ്സ് ഓഫ് ഹോപ്പിൻ്റെ സിസ്റ്റേഴ്സ് ഉണ്ട്, ഒബ്ലേറ്റ് സിസ്റ്റേഴ്സ് ഉണ്ട്, നമ്മുടെ ശാസ്ത്രവട്ടത്തിൽ നിന്നുള്ള ബെയാട്രിസ് സിസ്റ്റേഴ്സ് ഉണ്ട്, സെയിൻറ്റ് ആൻസ് ഓഫ് കൊയ്ത്തൂർക്കോണം ആ സിസ്റ്റേഴ്സ് ഉണ്ട്. ഇവിടെ നിന്നുള്ള സിസ്റ്റേഴ്സിനെയും രൂപീകരണത്തിലിരിക്കുന്ന എല്ലാവരെയും, അതോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അമ്മ ത്രേസ്യ ദേവാലയത്തോട് അവിടെ ആരാധനയ്ക്ക് വരുന്ന ചെറിയ സമൂഹത്തിൽ കുറച്ച് പേര്, മംഗലപുരം പള്ളിയിൽ ആരാധനയ്ക്ക് വരുന്ന കുറച്ച് സഹോദരന്മാർ, നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യം ഞങ്ങൾക്ക് അനുഗ്രഹപ്രദമാണ്. നിങ്ങളെല്ലാവരെയും, അതോടൊപ്പം ഈ സമൂഹത്തിന്, ഈ സ്ഥാപനത്തെയും ഇവിടുത്തെ എല്ലാ അന്തേവാസികളെയും സഹായിക്കുന്ന വിവിധ തരങ്ങളിലുള്ളതായ സേവനങ്ങളുടെ ഞങ്ങളെ സഹായിക്കുന്നവരുണ്ട്. ഞങ്ങളുടെ അധ്യാപകർ, അതോടൊപ്പം കിച്ചണിലും പറമ്പിലുമൊക്കെ ജോലി ചെയ്യുന്നവർ, എല്ലാവരെയും, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും ഈ കുടുംബത്തിൻ്റെ പേരിൽ വളരെ ഹൃദ്യമായിട്ട് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. സ്നേഹമുള്ളവരെ, ഈ സെമിനാരിയുടെ ഒരു സ്വകാര്യ അഹങ്കാരം എന്ന് ഞങ്ങളെപ്പോഴും അഭിമാനത്തോടെ പറയുന്നത് സൂസപാക്യം പിതാവിൻ്റെ സാന്നിധ്യമാണ്. ഒരുപക്ഷെ പിതാവ് ഈ ഭവനത്തിൽ ഞങ്ങളോടൊപ്പം ജീവിക്കുന്നത് ഒരു വിശുദ്ധ സാന്നിധ്യം കൂടെയുണ്ട് എന്നുള്ള ഉറപ്പാണ് ഞങ്ങൾക്കുള്ളത്. ഞങ്ങൾ ഉണരും മുമ്പേ രാവിലെ ഉണർന്ന് ഈ ദേവാലയത്തിൽ മുട്ടുകുത്തി മണിക്കൂറോളം പ്രാർത്ഥിക്കുന്ന ഒരു പിതാവ് ഈ കുഞ്ഞുമക്കൾ ഇവിടെ പഠിക്കുന്നവർക്കൊക്കെ തീർച്ചയായും വലിയൊരു പ്രചോദനമാണ്. ഒന്നിനോടും പരാതിയോ പരിഭവമോ ഇല്ലാതെ ഞങ്ങളിൽ ഒരാളായി ജീവിക്കുന്ന അഭിമന്യ പിതാവിനെ അനുഗ്രഹ പ്രഭാഷണത്തിനായും കേക്ക് വെട്ടി 2 വാക്ക് സംസാരിക്കുന്നതിനുമായി എല്ലാവരുടെയും നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട റക്ടറച്ച, ബഹുമാനപ്പെട്ട വൈദികരെ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, സ്നേഹമുള്ള സഹോദരന്മാർ, എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടത് നേരത്തെ കേക്ക് മുറിക്കാനായിട്ടാണ്. സമയമായപ്പോൾ പറഞ്ഞു അനുഗ്രഹ പ്രഭാഷണം കൂടെ പറയണമെന്ന്. എന്നെ ഇതിലേക്ക് കുറേ നാളുകൾക്ക് മുമ്പ് റക്ടറച്ചൻ ക്ഷണിച്ച അവസരത്തിൽ ഞാനത് ആവശ്യതകൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചായിരുന്നു. അച്ഛൻ്റെ നിർബന്ധപ്രകാരമാണ് ഞാനിവിടെ വന്നത്. പിന്നെ അവസാനം ഞാൻ തന്നെ വോളണ്ടറി ആയിട്ടത് ഏറ്റെടുത്തു ഈ കൃത്യം നിർവഹിക്കാമെന്ന്. കാരണം ഇവിടെ വരുന്ന എല്ലാവരും അച്ഛനോടും അതുപോലെ തന്നെ ബാക്കിയുള്ള അച്ഛന്മാരോടും ഒക്കെ ചോദിക്കുന്ന ചോദ്യം ഇതാണ്: ഇവിടെ ഒരാൾ റിട്ടയർഡായിട്ട് വന്ന് താമസിക്കുന്നുണ്ടല്ലോ, എന്താണ് അതിൽ ചെയ്യുന്നത് എന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിനൊരു ഉത്തരം കൂടെ പറഞ്ഞിട്ട്
ഞാൻ പോകാമെന്ന് വെച്ചു. അതേസമയം തന്നെ ഈ സ്ഥാപനത്തോടെ എൻ്റെ ബന്ധം കൂടി വ്യക്തമാക്കിക്കൊണ്ട് 2 വാക്ക് പറയാമെന്നുള്ള രീതിയിൽ ഞാൻ തന്നെ വോളണ്ടിയർ ചെയ്യേണ്ടി വന്നു. അവസാനം ആദ്യമായിട്ട് നല്ലൊരു ദിവസത്തിലാണ് നമ്മളിവിടെ സമ്മേളിച്ചിരിക്കുന്നത്. നമുക്കൊരു പ്രിയങ്കരനായ വിശുദ്ധ വിൻസെൻ്റ് പോളിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ എല്ലാവർക്കും ഈ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഞാൻ സ്നേഹപൂർവ്വം നേരുന്നു. വിശുദ്ധ വിൻസെൻ്റ് പോളിൻ്റെ മാധ്യസ്ഥത്തിലൂടെ നിരവധിയായിട്ടുള്ള അനുഗ്രഹ ആശംസകളാൽ നിങ്ങളെല്ലാവരും സമ്പന്നരാകട്ടെ എന്നീ അവസരത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഞാനും എൻ്റെ ഇവിടെ 2 വാക്ക് നിങ്ങളോട് പറയാൻ വേണ്ടി നിൽക്കുമ്പോൾ എൻ്റെ ഓർമ്മകൾ പിന്നോട്ട് പോവുകയാണ്. ഓർമ്മകളുടെ അനുഭവങ്ങളെല്ലാം പങ്കുവയ്ക്കാൻ തുടങ്ങുകയാണെങ്കിൽ നാളെ തീരില്ല. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്തുകൊണ്ട് ഞാനിവിടെ വന്നു, എന്തുകൊണ്ട് ഞാൻ ഈ സ്ഥാപനത്തിൽ എന്താണ് ഞാൻ ഇവിടെ ചെയ്യുന്നത്. എനിക്ക് നിങ്ങളോട് ആദ്യം അറിയിക്കാൻ എനിക്കിവിടെ വലിയ സന്തോഷമാണ്. ഞാൻ ഈ ഒരുപാട് ഓപ്ഷൻസ് എൻ്റെ മുമ്പിലുണ്ടായിരുന്നു വിശ്രമ ജീവിതത്തെ സംബന്ധിച്ച്. അവസാനം ഞാൻ തീരുമാനിച്ചത് സെമിനാരിൽ വരിക. അതിന് കാരണമുണ്ട്. കാരണം ഈ സെമിനാരി 1958 തുടങ്ങുന്നത്. അന്ന് എനിക്ക് 11 വയസ്സ് പ്രായം കഴിഞ്ഞ് 12ാമത്തെ വയസ്സിലേക്ക് ഞാൻ പ്രവേശിക്കുന്ന അവസരമാണിത്. ആ അവസരത്തിലാണ് അതിനു മുമ്പ് ഇവിടുത്തെ സ്റ്റുഡൻസൊക്കെ എല്ലാം കൊല്ലം സെൻട്രൽ അഫയേഴ്സ് സെമിനാരിൽ ചെന്ന് പഠിക്കുമായിരുന്നു. നമുക്കൊരു മനസ്സിൽ തുടങ്ങി 1958 അന്ന് 8ാം ക്ലാസ് ഇവിടെ വന്ന് ചേർന്ന ഒരു വിദ്യാർത്ഥിയാണ് ഞാൻ. അപ്പോൾ ഈ സെമിനാരിൽ ഈ രൂപതയിൽ ഒരു സെമിനാരി തുടങ്ങുന്ന അവസരം മുതലേ ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. ഞാൻ വിചാരിച്ചത് ഒരു അച്ഛനായി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യേണ്ടത് ഇടവക ഭരണമാണല്ലോ, ഇടവകയിൽ സേവനം ചെയ്യണം. ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ആകപ്പാടെ എൻ്റെ ജീവിതത്തിൽ ആകപ്പാടെ 1 കൊല്ലം മാത്രമേ ഞാൻ ഇടവകാരിയായിട്ട് സേവനം അനുഷ്ഠിച്ചിട്ടുള്ളൂ. ബാക്കി ഒന്നും എനിക്ക് ബാക്കിയെല്ലാം സെമിനാരിയുമായിട്ട് ബന്ധപ്പെട്ട ജീവിതമായിരുന്നു. ഞാൻ വന്ന 5 കൊല്ലം ഇവിടെ 3 കൊല്ലം ഞാൻ ഈ സെൻറ്റ് ജോസഫ് സ്കൂളിൽ ചെന്ന് SLC പാസ്സാവേണ്ടി അവിടെ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് 2 കൊല്ലം ഞാൻ ലത്തീൻ പഠനം എന്ന് പറഞ്ഞിട്ട് സെമിനാരിൽ 5 കൊല്ലം ഞാൻ സെമിനാരിയിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എന്നെ ആലുവ സെമിനാരിൽ അയച്ചു. 7 കൊല്ലം ഞാനവിടെ പഠിച്ചു. പിന്നെ ഞാൻ ഒരു കാലഘട്ടമായപ്പോൾ 7 കൊല്ലം ഞാൻ ആലുവ സെമിനാരിൽ പഠിപ്പിക്കാനും പോയി. പിന്നെ ആപ്പാടെ ഞാൻ വികാരിയായിരുന്നത് ഒരു വർഷം ഒരിടവകയിലുണ്ടായിരുന്നു. ഞാൻ പട്ടം കഴിഞ്ഞ ഉടനെ തന്നെ എന്നെ പ്ലാത്താങ്കര അസിസ്റ്റൻ്റായിട്ട് അവിടുത്തെ വികാരി അച്ഛൻ അസിസ്റ്റൻ്റായിട്ട് നിയമിച്ചു 1 കൊല്ലം. അങ്ങനെ 2 കൊല്ലം ഞാൻ ഇടവകയിലിരുന്നതല്ലാതെ ബാക്കി എനിക്ക് ഇടവക ഭരണത്തെക്കുറിച്ച് ഒന്നും അറിയില്ല. അങ്ങനെയുള്ള എന്നെ ഒരു സുപ്രഭാതത്തിൽ പറഞ്ഞു, ഞാൻ ഇവിടുത്തെ ബിഷപ്പിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ പറഞ്ഞു. ആ സാഹചര്യം നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ ഏറ്റെടുത്ത് ഏതാണ്ട് 32 കൊല്ലം പോലും ഈ രൂപതയിൽ ഞാൻ സേവനമനുഷ്ഠിച്ചു. എൻ്റെ പ്രിയ സഹോദരൻ, എനിക്ക് പറയാനുള്ളത് ഈ സെമിനാരിയുമായിട്ടുള്ള എൻ്റെ ബന്ധം വളരെയധികം ദീർഘമാണ്. കാരണം ഞാൻ 7 കൊല്ലം ഞാൻ സെമിനാരി പഠിപ്പിച്ചു. ആലുവ സെമിനാരിയിൽ 7 കൊല്ലം ഞാനവിടെ പഠിച്ചു. അതുകൂടാതെ ഞാൻ 5 കൊല്ലം ഗുരുപഠനത്തിനായിട്ട് ഞാൻ റോമിൽ ചെന്ന് പഠിച്ചു. ബാക്കി എല്ലാം ഞാൻ ഈ സെമിനാരിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ജീവിതമാണ്. ഇവിടെ വന്നിട്ട് ഞാൻ പ്രീവറ്റ് അച്ഛനായിരുന്നു ആദ്യമൊക്കെ എല്ലാം പ്രീവറ്റായിട്ട് നിയമിച്ചു ഇവിടെ ഫോർമേഷൻ ശ്രദ്ധിക്കാനായിട്ട്. അത് കഴിഞ്ഞ് ഒരു ഘട്ടത്തിൽ എന്നെ സ്പിരിച്വൽ ഫാദറാക്കി ഇവിടുത്തെ. അതും ഞാൻ ഇടവകയിലിരുന്ന അവസരത്തിൽ തന്നെ ഇവിടെ സ്പിരിച്വൽ ഫാദറായിട്ട് സേവനം അനുഷ്ഠിച്ചു. അത് കഴിഞ്ഞിട്ട് എന്നെ റെക്ടറാക്കി 5 കൊല്ലത്തോളം ഞാൻ മേനംകുളത്തെ സെമിനാരിയിൽ റെക്ടറായിട്ട് സേവനം അനുഷ്ഠിച്ചു. പിന്നെ എന്നെ ബിഷപ്പാക്കി അന്ന് മുതൽ ഞാൻ സെമിനാരിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. വിശ്രമ ജീവിതം നയിക്കാനുള്ള അവസരം കിട്ടിയ അവസരത്തിലും ഞാനിവിടെ തന്നെ ഈ സെമിനാരിയിൽ തന്നെ വന്ന് നിൽക്കുന്നത് വലിയ ഉചിതമായിട്ട് എനിക്ക് തോന്നി. കാരണം ഇങ്ങനെയുള്ള ജീവിതമായിട്ട് പൊരുത്തപ്പെട്ടു പോകുന്ന എൻ്റെ ജീവിതമായിരുന്നു. ഒരു വന്നതിന് ശേഷം ഞാനിപ്പോൾ ശ്രദ്ധിക്കുന്ന ഇതാണ്, കഴിയുന്നവർക്ക് ആർക്കും ഒരു ഭാരമാകാതെ എന്നാലാവുന്ന കാര്യങ്ങൾ പ്രാർത്ഥനയിലൂടെയോ പരിത്യാഗത്തിലൂടെയോ ചെയ്തുകൊണ്ട് ഒരു വിധത്തിലും ഈ സെമിനാരിയുടെ കാര്യം ഇൻ്റർഫിയർ ചെയ്യാതെ
ഒരു ഗസ്റ്റായിട്ട് ഇവിടെ താമസിക്കുക എന്നുള്ള ഇതാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതെന്നെ വലിയ ഒരു വ്യത്യാസം വരുത്താതെ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. റെക്ടജൻ്റെയോ പ്രിവിലേജന്മാരുടെയോ ആ ദൗത്യത്തിൽ ഞാൻ ഒരിക്കലും ഒരു കടന്നു ചെന്ന് ഒരു സ്വാധീനം ചെലുത്താൻ ശ്രമിക്കാറില്ല. ഞാൻ എൻ്റെ കാര്യം നോക്കിയിട്ട് എന്നോട് ചോദിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അതിൻ്റെ അകത്ത് ജീവിക്കുന്നു. എനിക്ക് പലരും ചോദിക്കാറുണ്ട് സെമിനാരിലെ ജീവിതം എങ്ങനെയുണ്ട്. സെമിനാരിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് വാസ്തവത്തിലൂടെ ജീവിക്കുന്നതിൽ. എന്തിനും ഏതിനും എന്നെ സഹായിക്കാനും ആവശ്യമുള്ള സഹായ സഹകരണങ്ങളെല്ലാം ചെയ്തു തരാനും റെക്ടജന് മാത്രം 50ഓളം ബ്രദേഴ്സ് ഇവിടെയുണ്ട്. അവരെല്ലാവരും ഏതവസരത്തിലും എന്നെ സഹായിക്കാൻ സന്നദ്ധരാണ്. ഒരു വലിയ കുടുംബത്തിൽ ജീവിക്കുന്നവരാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരോടും എനിക്ക് നന്ദിയുണ്ട്, സ്നേഹമുണ്ട്. നിങ്ങളുടെ സേവനങ്ങൾക്കെല്ലാം നന്ദി പറയുവാനും ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. എന്നെ ഈ ഭവനത്തിൽ ഏറ്റവും വലിയ ആകർഷിക്കുന്നത് ഈ സെൻറ്റ് വിൻസെൻ്റ് സെമിനറിയാണല്ലോ. ഇവിടെ നമ്മുടെ ആദ്യത്തെ ബിഷപ്പിൻ്റെ പേര് വിൻസെൻ്റ് എന്നായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരിലാണ് സെൻറ്റ് വിൻസെൻ്റ് സെമിനറി അറിയപ്പെടുന്നത്. വിൻസെൻറ്റിനെ എനിക്ക് വേറെ ഒന്നും അറിയില്ലായിരുന്നു. ഒരു ദിവസം ഞാൻ ഇവിടെ പറയുന്ന ഇന്നലെയും ഇന്നും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ ഇന്ന് വളരെ മനോഹരമായിട്ടുള്ള രീതിയിൽ ഇന്നത്തെ രൂപതാധ്യക്ഷൻ തോമസ് പിതാവ് ഈ വിൻസെൻറ്റിൻ്റെ പ്രത്യാശയെക്കുറിച്ചൊക്കെ എല്ലാം വളരെ മനോഹരമായിട്ട് വിവരിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ അടുത്തൊന്നും പോകാൻ എനിക്കൊന്നും സാധിക്കുകയൊന്നുമില്ല. പക്ഷേ എങ്കിൽ തന്നെ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് വിൻസെൻറ്റിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ കേട്ടുന്നതിൽ. ഞാൻ എൻ്റെ കാര്യത്തിൽ തന്നെ അത്ഭുതങ്ങൾ വിൻസെൻ്റ് ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. വാസ്തവത്തിൽ ഏറ്റവും വലിയ അത്ഭുതം, ഞാൻ റോമിൽ പഠിച്ചുകൊണ്ടിരുന്ന അവസരത്തിൽ അവിടെ പഠനം പൂർത്തിയാക്കി തിരിച്ചു വരാൻ മുമ്പ് എനിക്ക് സ്റ്റേറ്റ്സിൽ യുണൈറ്റഡ് USA ഒരു വിസിറ്റിനൊരു ക്ഷണം കിട്ടി. പക്ഷേ ടിക്കറ്റ് നമുക്ക് ഭയങ്കരമായിട്ട് വലിയ വിലപിടിച്ചുള്ള ടിക്കറ്റ്, എൻ്റെ കയ്യിൽ കാശൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് പാരീസിൽ നിന്ന് ചിലപ്പോൾ പോവാണ്, ഫ്രഞ്ച് പോയാൽ ചിലപ്പോൾ അവിടെ നിന്ന് ചീപ്പ് ടിക്കറ്റ് കിട്ടുമെന്ന് ഞാൻ അവിടെ ചെന്നു. ട്രെയിൻ എടുത്തിട്ട് ഞാൻ റോമിൽ നിന്ന് പാരീസിൽ ചെന്നു. പാരീസിൽ ചെന്നപ്പോൾ എനിക്ക് താമസിക്കാൻ സ്ഥലമില്ല. ആരോ ഒരു അഡ്രസ്സ് എഴുതി ഞാൻ അവിടെ ചെന്ന് ചോദിച്ചു, ഇന്ന് അവിടെ താമസിപ്പിക്കാൻ പറ്റുമല്ലോ. അവിടെ എന്നെ സ്വീകരിച്ച് അവിടെ താമസിപ്പിച്ചു. പിറ്റേ ദിവസം ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞ് എനിക്ക് കാലത്ത് മാസം ചെല്ലണം. അവരുടെ മാസം ചെല്ലാനായിട്ട് ഒരു സ്ഥലത്ത് കൊണ്ടുപോയി മാസം ചൊല്ലി കഴിഞ്ഞതിന് ശേഷം മുകളിലൊരു ട്യൂമ്പുണ്ട്, ഒരു ശവകുടീരം. ഞാൻ ആരുടെ ശവകുടീരം ചോദിച്ചപ്പോൾ പറഞ്ഞ് ഇത് വിൻസെൻ്റ് ഇപ്പോളിൻ്റെ ശവകുടീരമാണെന്ന് പറഞ്ഞ്. എനിക്ക് വലിയ വലിയ അതിശയം തോന്നി. ഞാൻ അറിയാതെ തന്നെ വിൻസെൻ്റ് അദ്ദേഹത്തിൻ്റെ തന്നെ ഭവനത്തിൽ കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ ട്യൂമ്പിൻ്റെ അടിയിൽ മാസ് ചെല്ലാനായിട്ട് എന്നെ സഹായിച്ചതിൽ എനിക്ക് വലിയ അതിശയമായിട്ട് തോന്നി. കാരണം ഇവിടെ സെൻറ്റ് വിൻസെൻ്റ് സെമിനാരിയിൽ ഞാൻ സേവനം അനുഷ്ഠിക്കുകയായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ അതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. പക്ഷേ അതേസമയം അദ്ദേഹത്തിൻ്റെ ആ ട്യൂമ്പിൻ്റെ അടിയിൽ ചെന്ന് മാസ് ചെല്ലാനും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹങ്ങൾ യാചിക്കുവാനും സാധിച്ച ഒരു മഹാഭാഗ്യമായിട്ട് കാണുന്നു. അന്ന് തന്നെ ഞാൻ നടക്കാനിറങ്ങിയ അവസരത്തിൽ ഒരു പള്ളി കണ്ടു, മനോഹരമായിട്ട് പള്ളിയാണ്. ഞാൻ അതിൻ്റെ അകത്ത് കയറി. അതിൻ്റെ അകത്ത് തന്നെ ഒരു അഴിയാത്തൊരു ശരീരം അതിൻ്റെ അകത്ത് ഇരിക്കുന്നതുണ്ട്. ഞാൻ നോക്കിയപ്പോൾ അത് കാതറിൻ ലബൂറിന് ഈ ലബൂറിൻ്റെ ഒരു ശരീരമാണ്. അതായത് അവിടെ അവർ ഈ മിറാക്കിൾസ് മിററിലേക്ക് കൊടുത്ത ആ ഒരു അത്ഭുത കാശിരവും കൊടുത്ത ആ സ്ഥലമാണത്. എനിക്ക് എങ്ങനെയൊക്കെ എല്ലാം ഞാൻ അറിയാതെ തന്നെ ഇങ്ങനെയുള്ള വിശുദ്ധ സ്ഥലങ്ങളെല്ലാം എന്നെ ദൈവം അട്രാക്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതായിട്ട് എനിക്ക് തോന്നി. ഞാൻ സെൻറ്റ് വിൻസെൻ്റ് സെമിനാരിയിൽ വന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞിട്ട് ഒരു ചെറിയൊരു കാലയളവ് ഞാൻ ചില ഇടവകളൊക്കെ ഇരുന്നതല്ലാതെ എൻ്റെ ജീവിതം ഇപ്പോഴും ഈ സെമിനാരിയുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നു. അതിലെനിക്ക് വലിയ സന്തോഷമുണ്ട്. വാസ്തവത്തിൽ എന്നെ സ്വീകരിച്ചതിൽ, എനിക്ക് വേണ്ട എല്ലാ സഹായം ചെയ്തു തരുന്നതിൽ നിങ്ങൾക്ക് ഞാൻ നന്ദി പറയുവാനായിട്ട് ഈ അവസരം വിനിയോഗിക്കുന്നു. ഞാനിങ്ങനെ അനുഭവങ്ങൾ പറഞ്ഞുകൊണ്ട് പോവുകയാണെങ്കിൽ ഒരിക്കലും തീരാതെ എനിക്ക് നിങ്ങളുടെ ഇന്ന് പരിപാടികളൊന്നും നടക്കില്ല. അതുകൊണ്ട് ഞാൻ അടുക്കും ചിട്ടയനുസരിച്ച് ഒരു കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള ആ ഒരു ആരോഗ്യസ്ഥിതിയിലുമല്ല ഞാൻ. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വളരെ സന്തോഷമുണ്ട് നിങ്ങളുടെ എല്ലാവരും എന്നോട് ചെയ്യുന്ന ആ സേവനത്തിനൊക്കെ എല്ലാം. ഇവിടെ ധാരാളം നമ്മുടെ സ്നേഹിതരെയൊക്കെ എല്ലാം അടുത്തുള്ള ഭവനങ്ങളിൽ നിന്ന് വന്നിട്ടുണ്ട്. അവരെയൊക്കെ എല്ലാം ഞാൻ വളരെ സ്നേഹത്തോടുകൂടെ ഞാൻ ഓർക്കുന്നു. അവരുടെ സ്നേഹവും പരിചരണവും സേവനവും ഒക്കെ എല്ലാം ഞാൻ വളരെ നന്ദിയോടുകൂടി സ്മരിക്കുന്നു. നമുക്കെല്ലാവർക്കും ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകാം. ഒരു സെമിനറി, ഒരു യഥാർത്ഥ പരിശീലനം പൂർത്തിയാകുന്നത് അത് കുടുംബാന്തരീക്ഷത്തിലാണ്, ഇതാകുമ്പോഴാണ്.
ഇവിടെ ഒരു കുടുംബ അന്തരീക്ഷം ഞാൻ കാണുന്നുണ്ട്. ഇവിടുത്തെ റെക്ടറച്ചനും ഇവിടുത്തെ പ്രീവറ്റച്ചന്മാരും അതുപോലെ ഇവിടെ സെമിനാരി എല്ലാം വളരെ സ്നേഹത്തോടുകൂടി ജീവിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. ഞങ്ങളെല്ലാം മനുഷ്യരാണ്, സ്വർഗത്തിന് താഴെടുത്ത് മാലാഖന്മാരൊന്നും അല്ലല്ലോ. അതുകൊണ്ട് തീർച്ചയായും പരിമിതികൾ ധാരാളം ഞാൻ നിഷേധിക്കുന്നില്ല. ഫോർമേഷൻ്റെ കാലത്ത് തീർച്ചയായും പരിമിതികൾ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതാണല്ലോ ഫോർമേഷൻ എന്ന് പറയുന്നത്. പക്ഷേ അതേസമയം തന്നെ എനിക്കിവിടെ പറയാനുള്ളത്, ഇവിടെ ഒരു കുടുംബ അന്തരീക്ഷം എനിക്ക് എല്ലാവരും പരസ്പരം കുടുംബാന്തരീക്ഷം എന്ന് പറഞ്ഞാൽ അവിടെ സ്നേഹം വർദ്ധിപ്പിക്കും, ഇരട്ടിയാകും. 10 പേരുണ്ടെങ്കിൽ സ്നേഹമുള്ള 10 പേരുണ്ടെങ്കിൽ 10 ഇരട്ടിയായിട്ട് നമ്മുടെ സന്തോഷം ഇരട്ടിക്കും. നേരെ മറിച്ച് നമുക്ക് സങ്കടമുണ്ടെങ്കിൽ അത് 10 ഇരട്ടിയായിട്ട് കുറയും. വാസ്തവത്തിൽ ഇതാണ് കുടുംബത്തിൽ സംഭവിക്കുന്നത്. ഇവിടെ വിദ്യാർത്ഥികളും ഇവിടുത്തെ അച്ഛനും റെക്ടച്ചനും മറ്റു അച്ഛന്മാരും ബാക്കിയുള്ള വരുന്ന എല്ലാവരും ഈ കുടുംബത്തിലെ അംഗങ്ങളായി തീർന്നുകൊണ്ട് ഈ സ്നേഹ അന്തരീക്ഷം ഇവിടെ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. അതിൽ വളരെയധികം പുരോഗമിക്കുന്നുണ്ട്. ഇവിടുത്തെ റെക്ടച്ചനൊക്കെ ആണെങ്കിൽ കാലത്ത് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്നത് അവരുടെ ഹൊമിലിയാണ്. റെക്ടച്ചനും അതുപോലെ രണ്ടച്ഛന്മാരും കൊടുക്കുന്ന ആ തോട്ട്സ്, അത് എനിക്കതുപോലെ അതിൻ്റെ ഒരു അടുത്ത് പോലും പോകാൻ പറ്റില്ല. പക്ഷേ എങ്കിൽ തന്നെയും അവർ വളരെ നല്ല രീതിയിൽ പറഞ്ഞ ഒരു ചില ചിന്തകൾ ആ ദിവസം മുഴുവനും എനിക്ക് ചിന്തിക്കാൻ മതിയായ വസ്തുതകൾ എനിക്കവിടെ കണ്ടെത്തുവാനും സാധിക്കും. അവർ റെക്ടച്ചനെ കുറിച്ച് ഞാൻ പാളയത്തിരിക്കുമ്പോൾ തന്നെ കേട്ടിട്ടുണ്ട്. അദ്ദേഹം ജൂബിലി മെമ്മോറിയൽ ഹോസ്പിറ്റലായിരുന്ന അവസരത്തിൽ അദ്ദേഹം ഇവിടെ ചെല്ലുമായിരുന്നു. ഈ മറ്റേ പാളയം പള്ളിയിൽ മോശമില്ലാന്ന് എല്ലാവരും അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാൻ ഓടിക്കൂടും. കാരണം അദ്ദേഹത്തെ പറയുന്നത് ഷോർട്ട് ആൻഡ് സ്വീറ്റാണ്. അദ്ദേഹം ഏതെങ്കിലും ഒരു മനസ്സിൽ കരുതി ഉറപ്പിച്ചതിന് ശേഷം അദ്ദേഹം അവിടെ വരും. അത് വളരെ ഹൃദയസ്പർശിയായിട്ട് ഇതിൽ അവതരിപ്പിക്കാനുള്ള പ്രത്യേക കഴിവുകളുണ്ട്. അതിനാണ് ജബിനച്ഛൻ, അതുപോലെ വർഗീസ് അച്ഛൻ, അതുപോലെ തന്നെ വളരെ നല്ല രീതിയിൽ നമ്മൾ വിചാരിക്കാത്ത മാർഗങ്ങളിൽ കൂട്ടി നമ്മൾ കടന്നുകൊണ്ട് എനിക്ക് വളരെയധികം ഒരു 3 റിട്രീറ്റ് പ്രീച്ചറിന് സൈമൾട്ടേനിയസായിട്ട് കിട്ടിയ ഒരു പ്രതീതിയാണ് ഇവിടെ ഉള്ളത്. ഓരോ ദിവസവും നമ്മൾ ചിന്തിക്കാവശ്യമായിട്ടുള്ള ധാരാളം കാര്യങ്ങൾ, ആധ്യാത്മികത വളരുവാനായിട്ടുള്ള ധാരാളം കാര്യങ്ങൾ, നല്ല പരിശീലനം കിട്ടുവാനുള്ള ധാരാളം കാര്യങ്ങൾ അവരിൽ നിന്ന് കിട്ടുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട്. ഇവിടുത്തെ പ്രദേശത്തിന് സാധിക്കുന്നുണ്ട്. ഇവിടുത്തെ പ്രദേശത്തിലൊക്കെ മിടുക്കന്മാരാണ് വാസ്തവത്തിൽ ഞാൻ കണ്ടിടത്തോളം. ഞാൻ അവർ മുഖസ്തുതി പറയുകയല്ല, വരയ്ക്കാനും ആടാനും പാടാനും ഒക്കെ എല്ലാം അവർക്ക് എല്ലാ കഴിവുകളുണ്ട്. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ പ്രദർശിപ്പിക്കുന്നുണ്ട്. വളരെ നല്ല രീതിയിൽ അവരൊക്കെ എല്ലാം ചെയ്യുന്ന സേവനങ്ങൾ. പിന്നെ ഞാൻ അവരുടെ അഡറേഷനൊക്കെ എല്ലാം ഞാൻ വളരെ നല്ല രീതിയിൽ എനിക്കുള്ളതിനേക്കാളും ആഴമായിട്ടുള്ള തോട്ട്സാണ് അവരുടെ ഇതിലേക്ക് അനുവദിക്കുന്നത്, ദിവികാരനാഥിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അതുകൂടാതെ അവർ ഈ ആൾക്കാരെ ഡെക്കറേറ്റ് ചെയ്യാനും ബാക്കിയുള്ള ഭക്താഭ്യാസങ്ങളൊക്കെ എല്ലാം വളരെയധികം നല്ല രീതിയിൽ മുന്നോട്ട് ചെയ്യും. എല്ലാം നല്ല രീതിയിൽ പറയുന്നില്ല, ഞങ്ങൾ പരിമിതികളുണ്ട്. ഇപ്പോൾ മനുഷ്യരായതുകൊണ്ട് പരിമിതികൾ ധാരാളമുണ്ട്. അതിൽ അതിജീവിച്ച് പോകുന്ന പരിശീലനമാണ് ഇവിടെ നടക്കുന്നത്. പക്ഷേ എങ്കിൽ തന്നെയും ഞാൻ കണ്ടിടത്തോളം എനിക്ക് പറയാനുണ്ട്, ഞാനിവിടെ അനേകം കൊല്ലങ്ങൾ ഈ സെമിനാരിയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഇതിൻ്റെ ഉത്തരവാദിത്വം വഹിച്ചുകൊണ്ട് ജീവിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്കെന്ന് പറയാൻ സാധിക്കും, ഞാനൊക്കെ ചെയ്തതിൻ്റെയൊക്കെ 10 ഇരട്ടി നല്ല രീതിയിലാണ് ഇന്ന് ഈ സെമിനാരി മുന്നോട്ട് പോകുന്നതെന്ന് എനിക്ക് ആത്മാർത്ഥതയോട്ട് പറയാൻ സാധിക്കും. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ വിൻസെൻ്റ് പോളിൻ്റെ മാധ്യസ്ഥത്തിലൂടെ സമർത്ഥമായ അനുഗ്രഹാശംസകൾ ദൈവം തുടർന്നും നിന്നുകൊണ്ട് ഒരു കുടുംബ അന്തരീക്ഷം ശ്രദ്ധിച്ച് സ്നേഹം വർദ്ധിപ്പിച്ചുകൊണ്ട് സ്നേഹം ഇരട്ടിപ്പിക്കുവാനും അതുപോലെ തന്നെ സങ്കടങ്ങൾ വേദനകൾ കുറയ്ക്കുവാനും സാധിക്കുന്ന ഒരു സ്നേഹബന്ധം പരസ്പരം ആഴമാക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും ഈ പെരുന്നാളിൻ്റെ എല്ലാ മംഗളങ്ങളും ഞാൻ സ്നേഹപൂർവ്വം നേരുന്നു. അതിൻ്റെ ഒരു പ്രതീകമായിട്ട് നമുക്കിപ്പോൾ കേൾക്കാമോ കബീഷ്? കേൾക്കുന്നുണ്ട്. ഞാൻ ഓക്സിജൻ സിലിണ്ടർ ഇല്ലാതെ ശ്വസിക്കാൻ വളരെ പ്രയാസമാണ്. ഞാൻ ഇവിടെ എനിക്ക് പോലും ഇപ്പോൾ ശ്വാസം എടുക്കാൻ കഴിയുന്നില്ല. ചില സമയങ്ങളിൽ റിപ്പോർട്ട് ചെയ്യാൻ വളരെ
ശ്വാസ തടസ്സം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പലരുടെയും അവസ്ഥ വളരെ ശോചനീയമാണ്. നമ്മോടൊപ്പം ഒരു കുടുംബം ചേരുന്നുണ്ട്. ആ കുടുംബത്തിൽ നിന്ന് തന്നെ നമുക്ക് ഈ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. ഇനാം ശ്വാസം കിട്ടാത്തോണ്ടാണ് സാറേ. ജീവശ്വാസമായി ഉയരിന്റെ ഈണമായി സിരയിൽ അറിയുന്ന പ്രാണന്റെ കണികയായി മനസ്സിൽ മധുരം ചൊരിയാൻ നീ വരൂ. ഹൃദയം കുളിരായി തഴുകും തെന്നല. ഇനാം ഇത് രണ്ടാമത്തെ ജില്ലയിലാണ് ഇപ്പോൾ ഈ അവസ്ഥാവിശേഷം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. തിരുവനന്തപുരത്തിന് പിന്നാലെ ഇപ്പോൾ കൊച്ചിയിലും ഇങ്ങനെ ഒരു സംഭവം അരങ്ങേറുന്നുണ്ടെങ്കിൽ ഇത് നമുക്കൊരു മുന്നറിയിപ്പ് തന്നെയാണ്. എന്ന് തന്നെ ആയാലും കേരള ഈസ് ഇൻ ഡേഞ്ചർ. വീണ്ടും എല്ലാ മാന്യപ്രേക്ഷകർക്കും അൾട്രാവിഷൻ ന്യൂസിലേക്ക് സുസ്വാഗതം. ഇന്നലെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത കേട്ടാണ് കേരളം ഉണർന്നത്. മറ്റൊന്നുമല്ല, സെക്രട്ടേറിയറ്റിന് മുമ്പിൽ റോബോട്ടുകളും മനുഷ്യരും തമ്മിൽ ഏറ്റുമുട്ടി. ഇന്നലത്തെ ആ ഏറ്റുമുട്ടലിൽ ഒരു റോബോട്ട് ഡിസ്മാൻഡിൽ ചെയ്യപ്പെട്ടു. മറ്റ് 2 മനുഷ്യർക്ക് ദാരുണ അന്ത്യമായിരുന്നു സംഭവിച്ചത്. അവരെ രണ്ടുപേരെയും ശാന്തി കവാടത്തിൽ ഇലക്ട്രിഫൈ ചെയ്യുവാനായി കൊണ്ടുപോയി എന്നതാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന റിപ്പോർട്ടുകൾ. അടുത്ത വാർത്ത, 2024-25 കാലഘട്ടത്തിലാണ് ഒരുപാട് അനാഥ ബാലരെ പലയിടങ്ങളിലായി കണ്ടെടുത്തത്. എല്ലാ കാലത്തും മാതാപിതാക്കൾ ഉപേക്ഷിക്കപ്പെട്ട ശിശുക്കൾ ഉണ്ടായിരുന്നെങ്കിലും 2024-25 കാലഘട്ടത്തെ റിപ്പോർട്ട് അനുസരിച്ച് കേരളത്തിലെ അന്നത്തെ മാർക്കറ്റ് റോഡിന് സമീപമുള്ള ചേരിയിലാണ് അനേകം ശിശുക്കളെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെടുത്തത്. അന്നത്തെ ഗവൺമെന്റ് അവരെ സംരക്ഷിക്കേണ്ട പദ്ധതി എടുത്തിരുന്നെങ്കിലും ഒരു മുന്നേറ്റവും ഉണ്ടായില്ല. ഇന്ന് ആ ശിശുക്കളിലേക്ക് വളർന്ന് യുവജനങ്ങളായി അൾട്രാവിഷൻ ന്യൂസിന്റെ ഈ സ്പെഷ്യൽ അവർ അവരെ തിരഞ്ഞു പോവുകയാണ്. തങ്ങളുടെ അസ്തിത്വങ്ങൾ അറിയാത്ത ഒരു കൂട്ടം യുവജനങ്ങൾ. இறைவா, ஆதரவற்றவர்களாகிய எங்களுக்கு இந்த நாள் முழுவதும் ஆதரவாக இருந்து எங்களை வழிநடத்தியதற்காக உமக்கு நன்றி. டேய், எனக்கு அந்த நிலாவை பார்க்கும் போதெல்லாம் நான் என் அம்மா வயிற்றுக்குள்ள இருக்கிற மாதிரியே இருக்குடா. பாரேன், அந்த நிலாவை சுத்தி அதே இருட்டு. ஆமா இல்ல, எவ்வளவு அழகா இருக்கு. ஆனா நம்ம பிறந்தும் இன்னும் நம்ம வாழ்க்கை இருட்டிலே இருக்கேடா. எங்களுக்கு மட்டும் ஏன் இந்த பாசம் கிடைக்கல? தொட்டு தொட்டு போகும் பெண்கள் தேகமெங்கும் வீசாதோ, விட்டு விட்டு கூறும் கூறல் வெள்ளமாக மாறாதோ. ஒரு வெட்கம் என்னை இது தீண்டியதே, அவள் பார்க்கும் பார்வைதான் குளிர்கிறதே, போகும் பாதைதான் தெரிகிறதே, மனமெங்கும் மயங்கிடும் பொழுது வார்த்தையா இது மௌனமா, வானவில் வெறும்
கிடைக்குமா உன் உறவு வந்ததால் புது உலகம் பிறக்குமா கோழி உந்தன் கரங்கள் தீண்ட தேவனாகி போனேனே வேலி போட்ட இதயம் மேலே வெள்ளை கொடி பார்த்தேனே கட்டு தடவி இன்று பார்க்கையிலே பாத சுவடு ஒன்று தெரிகிறதே வானம் ஒன்றுதான் பூமி ஒன்றுதான் வாழ்ந்து பார்த்து வீழ்ந்திடலாமே என்னை ஏமா உனக்கு பிடிக்காம போச்சு தொட்டு தொட்டு போகும் தென்றல் தேகமெங்கும் வீசாதோ விட்டு விட்டு தூரும் தூரல் வெள்ளமாக மாறாதோ இந்த உலகத்துல நாம எல்லோரும் ஏதோ ஒரு காரணத்துக்காக தான் பிறந்திருக்கோம். அதே மாதிரி தான் இவங்களும் ஒரு மகனா ஒரு மகளா இவங்களை பார்த்துக்க வேண்டியது நம்ம கடமை தான். അടുത്തതായി ഈയിടെ റോബോട്ടും മനുഷ്യരും തമ്മിലുള്ള ഏറ്റുമുട്ടലിന്റെ വീഡിയോ നമ്മുടെ ചാനലിൽ മാത്രമാണ് ലഭ്യമായിട്ടുള്ളത്. മറ്റൊരു ചാനലിലും ഇത് സംപ്രേഷണം ചെയ്യുകയുമില്ല, ചെയ്തിട്ടുമില്ല. ഇതിന്റെ ക്രെഡിറ്റ് നമ്മുടെ ചാനലിന് മാത്രം. ആ വിലപ്പെട്ട ദൃശ്യങ്ങൾ നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തിക്കുകയാണ്. തുടച്ചു മാറ്റൂ യന്ത്രങ്ങളെ തുടച്ചു മാറ്റൂ തിരിച്ചു നൽകൂ ഞങ്ങളുടെ ലോകം തിരിച്ചു നൽകൂ തുടച്ചു മാറ്റൂ യന്ത്രങ്ങളെ തുടച്ചു മാറ്റൂ തിരിച്ചു നൽകൂ ഞങ്ങളുടെ ലോകം തിരിച്ചു നൽകൂ എല്ലാവരും ശാന്തമായിരിക്കേണ്ടതാണ്. പ്രിയപ്പെട്ട മനുഷ്യരെ, നാം മനുഷ്യർക്ക് ലഭിക്കേണ്ടതും എന്നാൽ ലഭിക്കപ്പെടാതെ പോകുന്നതുമായ അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുകയാണ്. ഇന്ന് ഈ ലോകത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ആരാണ് ഈ റോബോട്ടുകൾ? അവർ വെറും യന്ത്രങ്ങൾ മാത്രം. ഇന്ന് ആ യന്ത്രങ്ങൾ മനുഷ്യരെക്കാൾ വളർന്ന് പന്തലിച്ചിരിക്കുകയാണ്. മനുഷ്യരുടെ പ്രാധാന്യം കുറയുന്നു. മനുഷ്യരുടെ ആവശ്യത്തിനാണ് റോബോട്ടുകളെ നിർമ്മിച്ചത്. എന്നാൽ ഇന്ന് റോബോട്ടുകൾ തന്നെ റോബോട്ടുകളെ നിർമ്മിക്കുന്നു. ഒടുവിൽ ആ യന്ത്രങ്ങൾക്കും പൗരത്വം നൽകണമെന്ന് ആവശ്യപ്പെട്ട് അവർ സമരം ചെയ്യുന്നു. ഇപ്പോൾ എനിക്ക് അറിയാൻ സാധിച്ചത് ഗവൺമെന്റ് റോബോട്ടുകളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചു കൊടുക്കാൻ പോകുന്നതായാണ്. ഇത് നാം അനുവദിച്ചു കൊടുക്കരുത്. ഗവൺമെന്റേ ഉണരൂ. ഈ നാട് മനുഷ്യരുടേതാണ്, യന്ത്രങ്ങളുടേതല്ല. ഈ യന്ത്രങ്ങളെ വേരോടെ പിഴുതെറിയണം. മനുഷ്യന്റെ പ്രാധാന്യം തിരികെ കൊണ്ടുവരണം. അല്ലെങ്കിൽ ഞങ്ങളുടെ സമരത്തിന്റെ രൂപവും മാറും, ഭാവവും മാറും, സമരത്തിന്റെ ഗതിയും മാറും. തുടച്ചു മാറ്റൂ യന്ത്രങ്ങളെ തുടച്ചു മാറ്റൂ തിരിച്ചു നൽകൂ ഞങ്ങളുടെ ലോകം തിരിച്ചു നൽകൂ തുടച്ചു മാറ്റൂ യന്ത്രങ്ങളെ തുടച്ചു മാറ്റൂ തിരിച്ചു നൽകൂ ഞങ്ങളുടെ ലോകം തിരിച്ചു നൽകൂ റോബോട്ടുമായുള്ള യുദ്ധത്തിൽ റോബോട്ടുകൾ വിജയിച്ചിരിക്കുന്നു. റോബോട്ടുകളുടെ
വിജയം മനുഷ്യരുടെ പരാജയമോ? അങ്ങനെയെങ്കിൽ ഇനി ഈ ലോകം റോബോട്ടുകൾ ഭരിക്കുമോ? ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ മുമ്പിൽ ഉയരുന്ന വലിയൊരു ചോദ്യമാണ്, ഇനി മനുഷ്യരുടെ സ്ഥിതി എന്താകും? മനുഷ്യരുടെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട ഈ വലിയൊരു ആശങ്കയ്ക്ക് മുമ്പിൽ ഉത്തരം നൽകുവാൻ ആർക്ക് സാധിക്കും? നമ്മുടെ റിപ്പോർട്ടർ ഇതിനെക്കുറിച്ച് ഒരു അന്വേഷണം നടത്തിയിരുന്നു. പല പ്രമുഖ വ്യക്തികളുമായി ഞങ്ങൾ ബന്ധപ്പെട്ടിരുന്നു. എന്നാൽ ആരും മുന്നോട്ട് വന്നില്ല. ഏറ്റവും ഒടുവിൽ മുന്നോട്ട് വന്നത് ഒരു പുരോഹിതനാണ്. ആ പുരോഹിതൻ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നു. ഉമേഷ്, എന്താണ് ആ വൈദികന് നമ്മോടൊപ്പം പറയാനുള്ളത്? ഇമാൻ, ഞാനിപ്പോൾ ആയിരിക്കുന്നത് അനുഭവസമ്പന്നനായ ഒരു പുരോഹിതന്റെ മുൻപിലാണ്. ഞാൻ കൂടുതലായി ഒന്നും പറയുന്നില്ല. പുരോഹിതന് നമ്മോട് എന്താണ് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് ശ്രമിക്കാം. റോബോട്ടും മനുഷ്യനും തമ്മിലുള്ള യുദ്ധത്തിൽ മനുഷ്യന്റെ പരാജയത്തെ ചൊല്ലി പേടിക്കാനൊന്നുമില്ല. ഇതിനേക്കാൾ വലിയ വലിയ ദുരന്തങ്ങൾ നീന്തിക്കയറിയ ചരിത്രമുണ്ട് നമുക്ക്. നിങ്ങൾ ഓർക്കുന്നില്ലേ ആ ദിവസം? പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ആ യുദ്ധം 2024 മെയ് മാസം 30 വയനാട്ടിൽ നടന്ന ആ കൂട്ടമരണത്തിനും നിലവിളിക്കും ദൃക്സാക്ഷിയാണ് ഞാൻ. ആ ഓർമ്മ എൻ്റെ നെഞ്ചിനെ ഇന്നും നോവിക്കുന്നുണ്ട്. നിങ്ങളൊന്ന് ഓർത്തു നോക്കിക്കേ ആ നീറുന്ന സംഭവങ്ങൾ, കൂട്ട നിലവിളികൾ, എങ്ങും മാറ്റൊലിക്കുന്ന ഏകാന്തത. നോഹയും കുടുംബവും ആ വലിയ കപ്പലിനകത്തേക്ക് പ്രവേശിച്ചപ്പോൾ അദൃശ്യമായ ഒരു കാത്തിരിപ്പിന്റെ സാന്നിധ്യം ഭൂമിയിൽ നിറഞ്ഞു. ആ നിമിഷത്തിന്റെ ഭാരവും മൗനവും മൃഗങ്ങൾ മനസ്സിലാക്കി. ആകാശത്തിന്റെ കിളിവാതിലുകളും തുറന്ന് മഴ പെയ്യാൻ തുടങ്ങി. ആദ്യ ഉൽപ്പത്തി പുസ്തകത്തിലെ വെള്ളപ്പൊക്ക വർണ്ണനയുടെ തുടക്കം ഇങ്ങനെയാണ്. മഴ മരണനൃത്തമാടിയ 2 നാളുകൾക്കിപ്പുറം ഭൂമിയിൽ വയനാടൻ മലയോര ഗ്രാമത്തിന്റെ എല്ലാ മനോഹാരിതയുടെയും അടയാളമായിരുന്ന മുണ്ടക്കൈയും ചൂരൽമലയും പുഞ്ചിരിമട്ടവും അട്ടമലയും ചരിത്രത്തിൽ അമർന്നുപോയി. മൂകസാക്ഷിയായി കേരളം. ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ ജനനിബിഡമായിരുന്ന ഇവിടം ഒരു പുഴയൊഴുകുകയാണ്. ഇനിയും തിട്ടപ്പെടുത്തിയിട്ടില്ലാത്തയത്ര ജീവനുകളെടുത്ത മരണപ്പുഴ. വേരറ്റുപോയ മണ്ണും കുന്നിറങ്ങിയ വെള്ളവും ആർത്തലച്ചെത്തിയ ആ രാത്രിയിൽ പല വഴിയിൽ ചിതറിത്തെറിച്ചവരാണവർ. മണ്ണിൽ ആഴ്ന്നിറങ്ങിപ്പോയവർ, മരത്തടിയിൽ ചുറ്റിപ്പിണഞ്ഞും പാറക്കല്ലുകളിൽ തലയടിച്ചും കുത്തൊഴുക്കിൽ ഇല്ലാതായവർ. പൊന്നോമനകളെയും അച്ഛനമ്മമാരെയും കൂടപ്പിറപ്പുകളെയും ജീവിതം പകുത്തു പങ്കുവച്ച നല്ല പാതികളെയും നഷ്ടപ്പെട്ടവരാണവർ. ഭൂമിയും വീടും വാഹനവുമടക്കം ഒരായുസിന്റെ ആസ്തികളെല്ലാം ഇരുളിലെത്തിയ ഉരുളൊത്തു പോയവരാണവർ. വാക്കുകൾക്കതീതമാണ് ഈ സങ്കട കൊടുമുടി. ഉറക്കെ നിലവിളി ഉയർന്നു വന്നു. ഊരും ഉയിരാകെ ഉലഞ്ഞിടുന്നു. ഊക്കിൽ മലവെള്ളം ഇരച്ചു
ഇരച്ചു വന്നു. ആറ്റക്കനിമോനെ മുലയൂട്ടുമ്പോൾ ഏറ്റം കഠിനമാം വിധിയെത്തുമ്പോൾ കൂട്ടക്കരച്ചിലാൽ ഇറങ്ങിയോടി കൂറ്റൻ മലവെള്ളം അവിടം മൂടി. വീണ്ടും മഹാശബ്ദം മുഴങ്ങിക്കേട്ടോ. വീടും സകലതും ഒഴുക്കിൽ പെട്ടു. കൂട്ടുകുടുംബക്കാർ അയൽക്കാരെല്ലാം കല്ലും ചെളിമണ്ണിനടിയിൽ പെട്ടു. ആരും സഹായത്തിനരികെയില്ല. ആർത്തു വിളിച്ചിട്ടും കേൾക്കുന്നില്ല. ചീട്ടു കൊട്ടാരം പോൽ തകർന്നു സ്വപ്നം. ചിലരെ ബാക്കിയാക്കി ദുരിത കഥനം. ഉറങ്ങാൻ കിടന്നപ്പോൾ ഉരുൾ പൊട്ടുന്നു. ഉറക്കെ നിലവിളി ഉയർന്നു വന്നു. ഓരും ഉയിരാകെ ഉലഞ്ഞിടുന്നു. ഊക്കിൽ മലവെള്ളം ഇരച്ചു വന്നു. അന്ന് അതുമാത്രമായിരുന്നില്ല ദുരന്തങ്ങൾ. ഓഖി, പ്രളയം, നിപ്പ, കോവിഡ്, ആയിരങ്ങളുടെ രക്തച്ചൊരിച്ചിലുകൾക്ക് സാക്ഷ്യം വഹിച്ച പാലസ്തീൻ, ഇസ്രായേൽ, യുക്രൈൻ, റഷ്യ യുദ്ധഭൂമികൾ, കുടിയേറ്റം, ദാരിദ്ര്യം, ഇതെല്ലാം ഉത്തരം കിട്ടാത്ത ചോദ്യമായി മനുഷ്യ മനസ്സുകളെ മിതിച്ചപ്പോൾ അതിനുത്തരമായി മാറിയത് ഒരൊറ്റ വാക്കാണ്: പ്രത്യാശ. ക്രിസ്തുവിലുള്ള പ്രത്യാശ. അത് അന്ന് നമ്മെ ഓർമ്മപ്പെടുത്തിയത് പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല എന്ന ഉത്തരവിലൂടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയായിരുന്നു. ആധുനിക ലോകത്തിലെ ഈ പ്രതിസന്ധികൾ മാത്രമല്ല, ഇനി വരാനിരിക്കുന്ന കാലത്തിലെ ഏത് പ്രതിസന്ധികളുമാകട്ടെ, എല്ലാറ്റിനും ഒറ്റ ഉത്തരം: പ്രത്യാശ. ക്രിസ്തുവിലുള്ള പ്രത്യാശ. Molto importante perché la speranza non delude. L'ottimismo delude, la speranza no. Chiaro? E ne abbiamo tanto bisogno in questi tempi che appaiono oscuri, in cui a volte ci sentiamo smarriti davanti al male e alla violenza che ci circondano, davanti al dolore di tanti nostri fratelli. Ci vuole la speranza. Io spero perché Dio è accanto a me. E questo possiamo dirlo tutti noi, ognuno di noi. Può dire: io spero, ho speranza, perché Dio cammina con me. ആധുനിക ലോകത്തിലെ ഈ പ്രതിസന്ധി മാത്രമല്ല, ഇനി വരാനിരിക്കുന്ന കാലത്തിലെ ഏത് പ്രതിസന്ധികളുമാകട്ടെ, എല്ലാറ്റിനും ഒറ്റ ഉത്തരം: പ്രത്യാശ. ക്രിസ്തുവിലുള്ള പ്രത്യാശ.
അഭിവന്യ പിതാവേ, സ്നേഹ ബഹുമാനം നിറഞ്ഞ വൈദികരെ, സിസ്റ്റേഴ്സ്, മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, എത്രയും സ്നേഹം നിറഞ്ഞ ബ്രദേഴ്സ്, വലിയൊരു സന്തോഷത്തിൻ്റെ ദിനമായിരുന്നു ഞങ്ങളുടെ ഈ സെമിനാരി കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം. ആ സന്തോഷത്തിൽ പങ്കുചേരുവാൻ കടന്നു വന്ന് നിങ്ങൾക്ക് നന്ദി അർപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. എനിക്ക് തോന്നുന്നു ഇവിടെ ആയിരിക്കുന്ന നിങ്ങളുടെ മനസ്സിലൂടെ ചിലപ്പോൾ ഒരു ചോദ്യം കടന്നു വന്നേക്കാം. വൈദിക ശുശ്രൂഷയെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്ന ഈ ഒരു കുടുംബം എന്തുകൊണ്ട് ഇങ്ങനെ ചിന്തിച്ചു, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കാനായി തീരുമാനിച്ചു എന്നുള്ളത്. സ്നേഹമുള്ളവരെ, യഥാർത്ഥത്തില് രണ്ടാം വത്തിക്കാൻ സുനഹദോസ് മുതൽ സഭ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് റീഡിങ് ദ സൈൻസ് ഓഫ് ദ ടൈം, കാലത്തിന്റെ അടയാളങ്ങൾ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ഇന്നിന്റെ കാലം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ആ കാലത്തിന്റെ അടയാളങ്ങൾ തിരിച്ചറിഞ്ഞ് ക്രിസ്തുവിന്റെ പ്രത്യാശയോടെ മുന്നോട്ട് പോകുവാൻ ഉള്ള ഒരു പരിശീലനത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഞങ്ങൾ ഇപ്രകാരം ഒരു പ്രോഗ്രാം ചിന്തിച്ചത്. അങ്ങനെ ഒരു പ്രോഗ്രാം ചിന്തിക്കുവാനായിട്ട്, അതായത് കാലത്തിന്റെ അടയാളങ്ങൾ തിരിച്ചറിഞ്ഞ് തിരിച്ചറിയാനുള്ള വിവേകവും വിജ്ഞാനവും നൽകി ഇത്ര മനോഹരമായ ഒരു കലാസന്ധ്യ ഒരുക്കുവാനായിട്ട് ഞങ്ങളെ പ്രാപ്തരാക്കിയത് സർവശക്തനായ ദൈവം തന്നെയാണ്. ഏറ്റവും ആദ്യമേ തന്നെ സർവശക്തനായ ദൈവത്തിന് മുൻപിൽ ശിരസ് നമിച്ചുകൊണ്ട് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ വിൻസെന്റ് പോളിൻ്റെയും മാധ്യസ്ഥം ഈ അവസരത്തിൽ സ്മരിക്കുകയും ചെയ്യുന്നു. അടുത്തതായിട്ട് നന്ദി അർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് ബഹുമാനപ്പെട്ട സൂസപാക്യം പിതാവിന് തന്നെയാണ്. മറ്റ് ഒരു സെമിനാരിക്കും കിട്ടാത്ത ഒരു സൗഭാഗ്യമാണ് യഥാർത്ഥത്തിൽ ഞങ്ങളുടെ ഈ സെമിനാരിക്ക് ലഭിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ കാലത്തിന്റെ അടയാളങ്ങൾ കൃത്യമായി തിരിച്ചറിഞ്ഞ് അതനുസരിച്ച് തൻ്റെ ഇടയദൗത്യം നിർവഹിച്ച് ഞങ്ങളുടെ കൂടെ ആയിരുന്നു കൊണ്ട് ഇന്നിന്റെ കാലത്തിന്റെ അടയാളങ്ങൾ തിരിച്ചറിയുവാനായി ഞങ്ങൾ യഥാർത്ഥത്തിൽ സഹായിക്കുന്നത് അഭിവന്യ സൂസപാക്യം പിതാവാണ്. പിതാവ് പലപ്പോഴും ഞങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ആം ഐ ബർഡൻ ഹിയർ? ഞാൻ നിങ്ങൾക്കൊരു ഭാരമാണോ? ഞങ്ങൾ സ്നേഹ ബഹുമാനം കൊണ്ട് അതിന് ഉത്തരം നൽകാറില്ല. യഥാർത്ഥത്തിൽ അഭിവന്യ പിതാവേ, ഞങ്ങളുടെ എല്ലാവരുടെയും ഉള്ളിലെ വികാരം എന്ന് പറയുന്നത് അഭിവന്യ പിതാവിന്റെ സാന്നിധ്യം ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമാണ്, വലിയൊരു ഊർജമാണ്. ഈ അവസരത്തിൽ ആ സാന്നിധ്യത്തിന് ഞങ്ങൾ ആത്മാർത്ഥമായ നന്ദി രേഖപ്പെടുത്തുന്നു. കാലത്തിന്റെ അടയാളങ്ങൾ തിരിച്ചറിയുവാൻ സാധിക്കുന്നത് നിശബ്ദരായ മനുഷ്യർക്കാണ്. ഞങ്ങളുടെ ഈ സെമിനാരിയിലെ ഇന്നിന്റെ കാലത്തിന്റെ അടയാളങ്ങൾ തിരിച്ചറിഞ്ഞ് അതനുസരിച്ചുള്ള ഒരു പരിശീലനം നൽകുന്നത് ഞങ്ങളുടെ റെക്ടറച്ഛനാണ്. കാരണം അദ്ദേഹം നിശബ്ദതയുടെ മനുഷ്യനാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് എത്രയും വേഗത്തില് ഇന്നിന്റെ കാലത്തിന്റെ അടയാളങ്ങൾ തിരിച്ചറിഞ്ഞ് അതനുസരിച്ചുള്ള ഒരു പരിശീലനമാണ് യഥാർത്ഥത്തിൽ ഞങ്ങളുടെ ബഹുമാനപ്പെട്ട റെക്ടറച്ഛൻ ആൻഡ്രൂസ് കോസ്മോസ് അച്ഛൻ ഞങ്ങൾക്ക് നൽകുന്നത്. ഈ അവസരത്തിൽ അച്ഛൻ ഈ സെമിനാരിയിൽ ഞങ്ങളോട് കാണിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ സ്നേഹത്തിനും കരുതലിനും ആത്മാർത്ഥമായ നന്ദി രേഖപ്പെടുത്തുന്നു. യഥാർത്ഥത്തിൽ ഇന്നിവിടെ ഒത്തിരിയധികം വൈദികരുണ്ട്. ഞങ്ങൾ ഈ സെമിനാരി കുടുംബത്തിലെ അംഗങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുണ്ട്, ഇതിനേക്കാൾ മനോഹരമായ പ്രൊഫഷണൽ പ്രോഗ്രാംസ് നിങ്ങളായിരിക്കുന്ന ഇടവകളിലും നിങ്ങളായിരിക്കുന്ന സ്ഥാപനങ്ങളിലും ഉണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. എന്നിരുന്നാലും ഞങ്ങളോടുള്ള സ്നേഹത്തെ പ്രതി ഇത്രയധികം സഞ്ചരിച്ച് ഇത്രയധികം സമയം മാറ്റിവെച്ച് ഇവിടെ നിങ്ങൾ കടന്നു വന്നത് ഈ സെമിനാരി കുടുംബത്തോടുള്ള സ്നേഹം തന്നെയാണ് പ്രകടമാക്കുന്നത്. ഈ അവസരത്തിൽ കടന്നു വന്ന എല്ലാ ബഹുമാനപ്പെട്ട വൈദികർക്കും
സെമിനാരി കുടുംബത്തിലെ പേരിൽ ആത്മാർത്ഥമായ നന്ദി രേഖപ്പെടുത്തുന്നു. ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ഞങ്ങളുടെ ഈ സെമിനാരി ക്യാമ്പസിൻ്റെ ചുറ്റുപാടും തന്നെ ഒത്തിരിയധികം സിസ്റ്റേഴ്സിൻ്റെ ഭവനങ്ങളുണ്ട്, അവരുടെ പരിശീലന ഭവനങ്ങളുണ്ട്. ഞങ്ങൾ പലപ്പോഴും അവിടെ ആധ്യാത്മിക കാര്യങ്ങളിൽ പല രീതിയിലും ഞങ്ങൾക്ക് സാധിക്കുന്ന രീതിയിലൊക്കെ അവരെ സഹായിക്കാറുണ്ട്. അവർക്ക് ആ സ്നേഹവും കടപ്പാടും എപ്പോഴും ഈ സെമിനാരി കുടുംബത്തോടുണ്ട്. അതിൻ്റെ ഒരു പ്രകടമായ തെളിവാണ് ഇന്ന് അവിടെ സാന്നിധ്യം. ഇവിടെ കടന്നു വന്ന എല്ലാ ബഹുമാനപ്പെട്ട സ്നേഹം നിറഞ്ഞ സിസ്റ്റേഴ്സിനും ആത്മാർത്ഥമായ നന്ദി രേഖപ്പെടുത്തുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകർ, ഇന്ന് രാവിലെയും ദിവ്യബലിക്കും ഒത്തിരിയധികം അധ്യാപകരുണ്ടായിരുന്നു. ഇന്ന് ഈ പ്രോഗ്രാം കണ്ട് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കാനായിട്ടും ഒത്തിരിയധികം അധ്യാപകർ കടന്നു വന്നിട്ടുണ്ട്. സാധാരണഗതിയിൽ സ്കൂളുകളിലൊക്കെ അധ്യാപകർ വന്നില്ലെങ്കിൽ കുട്ടികൾക്ക് വളരെ സന്തോഷമാണ്, കാരണം ഒത്തിരി ഫ്രീ ആയിരിക്കാമല്ലോ. യഥാർത്ഥത്തിൽ ഇവിടെ ഞങ്ങളുടെ കുട്ടികൾക്ക് ഒരു ടീച്ചർ വന്നില്ലെങ്കിൽ അവർക്ക് സങ്കടമാണ്. കാരണം അത്രമാത്രം ആത്മാർത്ഥമായ ബന്ധമാണ് ഈ അധ്യാപകർക്ക് ഞങ്ങളുടെ കുട്ടികളോടുള്ളത്. ഒരു അധ്യാപകർ എന്നതിനേക്കാൾ ഉപരി സ്വന്തം മക്കളെ പോലെയാണ് യഥാർത്ഥത്തിൽ ഇവര് ഞങ്ങളുടെ ഈ സെമിനാരി കുടുംബത്തെ കാണുന്നത്. ഈ അവസരത്തിൽ ഈ സ്നേഹവും നിസ്വാർത്ഥമായ സേവനവും ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ ബഹുമാനപ്പെട്ട അധ്യാപകർക്കും ആത്മാർത്ഥമായ നന്ദി രേഖപ്പെടുത്തുന്നു. ഞങ്ങളുടെ തൊട്ടടുത്ത 2 കമ്മ്യൂണിറ്റിയാണ് മംഗലപുരം പള്ളിയിലെ ദിവ്യബലിയും ആരാധനക്രമവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയും, അതുപോലെ തന്നെ അമ്മ ത്രേസ്യ പള്ളിപ്പുറം ദേവാലയത്തിലെ കമ്മ്യൂണിറ്റിയും. ആ 2 ദേവാലയത്തിൽ നിന്നും കുറച്ചധികം പ്രിയപ്പെട്ടവര് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരും ഞങ്ങളുടെ ഈ സെമിനാരിയിൽ നിന്ന് ഞങ്ങൾ അവിടെ ആരാധനക്രമങ്ങൾക്കൊക്കെ സഹായിക്കുവാനായിട്ടൊക്കെ പോകുമ്പോൾ അവർ പലപ്പോഴും ഈ സെമിനാരിനെ കുറിച്ച് അന്വേഷിക്കുകയും സെമിനാരിക്ക് വേണ്ടി അവർക്ക് സാധിക്കുന്ന രീതിയിലൊക്കെ അവർ സഹായം ചെയ്യുവാനൊക്കെ എപ്പോഴും സന്തോഷമാണ്. അതുകൊണ്ടായിരിക്കാം ഇന്ന് വിളിച്ചപ്പോൾ തന്നെ സ്നേഹത്തോടെ ഇവിടെ കടന്നു വന്ന് ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ചത്. എത്തിച്ചേർന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ ആത്മാർത്ഥമായ നന്ദി രേഖപ്പെടുത്തുന്നു. സ്നേഹമുള്ളവരെ, എന്നോടൊപ്പം പ്രീഫെക്റ്റായിട്ട് ബഹുമാനപ്പെട്ട വർഗീസ് അച്ഛനുണ്ട്. അതുപോലെ തന്നെ ഒരു റീജന്റ് ബ്രദർ പ്രവീണുണ്ട്. യഥാർത്ഥത്തിൽ ഈ പ്രോഗ്രാമും ഈ ദിവസം, ഈ വിശുദ്ധൻ്റെ തിരുനാൾ ദിവസം, ഞങ്ങൾ ഇന്നലെ സന്ധ്യാവന്ദന പ്രാർത്ഥന രാവിലെ 11 മണിക്ക് ഞങ്ങൾ പൊന്തിഫിക്കൽ ദിവ്യബലി അഭിവന്യ തോമസ് നെറ്റോ പിതാവ് ഞങ്ങൾ ഇവിടെ വന്നിരുന്നു. ആ ബലിയർപ്പണവും ഇന്ന് ഈ പ്രോഗ്രാമും ഇതിൻ്റെയൊക്കെ ഒരുക്കങ്ങൾക്കെല്ലാം പിന്നിൽ പ്രവർത്തിച്ചത് ഈ പ്രിയപ്പെട്ട വർഗീസ് അച്ഛനും ഞങ്ങളുടെ പ്രിയപ്പെട്ട റീജിയൻ ബ്രദർ പ്രവീണുമായിരുന്നു. ഈ അവസരത്തിൽ അവരെയും ഞങ്ങൾ നന്ദിയോടെ ഓർക്കുകയാണ്. ഏറ്റവും അവസാനമാണെങ്കിലും ഏറ്റവും പ്രിയപ്പെട്ട ഞങ്ങളുടെ ഈ കമ്മ്യൂണിറ്റിയിലെ എല്ലാ ബ്രദേഴ്സിനെയും ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുകയാണ്. ഒരു അധ്യാപകൻ, അത് വൈദികനായിരുന്നു. അദ്ദേഹം ഈ ഇവിടെ ക്ലാസ് എടുക്കുവാനായിട്ട് വന്നിട്ട് ക്ലാസ് കഴിഞ്ഞ് ആദ്യ ദിവസം വന്നതിന് ശേഷം ക്ലാസ് കഴിഞ്ഞിട്ട് ആ ബ്രദേഴ്സിനെ കുറിച്ച് ഞങ്ങളോട് പങ്കുവച്ചത് ഇപ്രകാരമായിരുന്നു: ഞാൻ കുറേയധികം സെമിനാരിയിൽ ക്ലാസ് എടുക്കാൻ പോയിട്ടുണ്ട്, ഇത്രയധികം സന്തോഷത്തോടെ നിൽക്കുന്ന ബ്രദേഴ്സിനെ ഞാൻ വേറൊരു സെമിനാരിയിലും കണ്ടിട്ടില്ല. അത്രമാത്രം സന്തോഷത്തോടും സ്നേഹത്തോടുമാണ് യഥാർത്ഥത്തിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട ബ്രദേഴ്സ് ഇവിടെ ആയിരിക്കുകയും ഇത്ര മനോഹരമായ പ്രോഗ്രാമും ഇവിടുത്തെ പരിശീലനത്തോടും അവർ ക്രിയാത്മകമായിട്ട് പ്രതികരിക്കുന്നതുമൊക്കെ. ഈ അവസരത്തിൽ ഞങ്ങളുടെ എല്ലാ സ്നേഹം നിറഞ്ഞ ബ്രദേഴ്സിനെയും നന്ദിയോടെ ഞാൻ ഓർക്കുകയാണ്. ഇതൊന്ന് മറ്റു ഒരുക്കങ്ങളൊക്കെ ചെയ്ത ഒത്തിരിയധികം വ്യക്തികളുണ്ട്. ഉദാഹരണത്തിന് ലൈറ്റ് ആൻഡ് സൗണ്ട്സ് നമ്മുടെ മാർശലങ്ങളാണ്. അതുപോലെ തന്നെ ഭക്ഷണം ക്രമീകരിക്കുവാനായിട്ട് ഒത്തിരിയധികം പേര് ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. അതിൽ മറ്റു ഒരുക്കങ്ങളൊക്കെ ഈ ഡെക്കറേഷനും അതിനുമൊക്കെ സഹായിച്ചവരുണ്ട്. അവരെല്ലാവരെയും ആരെങ്കിലും നന്ദി പറയാനായിട്ട് ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെയും ഞാൻ ഈ അവസരത്തിൽ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. നമ്മളിപ്പോൾ ഒരു പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട്, ഭക്ഷണത്തിന് മുൻപുള്ള പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് നമ്മൾ ഒരുമിച്ച് ഭക്ഷണത്തിനായി പോകുന്നതാണ്.
ഭക്ഷണം ക്രമീകരിച്ചിരിക്കുന്നത് ഇപ്രകാരമാണ്. ബഹുമാനപ്പെട്ട വൈദികർക്കും സിസ്റ്റേഴ്സിനും റെഫക്ടറിക്കുള്ളിൽ ഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളവർക്ക് ബ്രദേഴ്സിനും അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്കും മറ്റുള്ളവർക്കുമൊക്കെ ഈ പരിസരത്ത് തന്നെ 2 കൗണ്ടറിലായിട്ട് ഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ട്. എല്ലാവരും ഞങ്ങൾ ഈ സന്തോഷത്തിലും പങ്കുചേർന്നതിന് ശേഷമേ തിരിച്ചു പോകാവൂ എന്ന് ഓർമ്മപ്പെടുത്തുന്നു. എനിക്ക് തോന്നുന്നു ഒരിക്കൽ കൂടെ നിങ്ങളെല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭക്ഷണത്തിനേക്കായിട്ട് പിരിയാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ നാമം പൂജിതമാകണമേ, ഞങ്ങളുടെ രാജ്യം വരണമേ, ഞങ്ങളുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റിച്ചെന്നോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന്. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങൾ ഭക്ഷിക്കുവാൻ പോകുന്ന ഭക്ഷണ പദാർത്ഥങ്ങളെ അങ്ങ് അനുഗ്രഹിക്കണമേ. ഇവ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി തന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അനുഗ്രഹിക്കണമേ. ഇവ ഞങ്ങളുടെ സ്നേഹത്തിലും സൗഹൃദത്തിലും വളരുവാനായിട്ടും പൂർണ്ണ ആരോഗ്യത്തോടെ കർത്താവിന് ശുശ്രൂഷ ചെയ്യുവാൻ ഇവ സഹായിക്കട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. നമുക്ക് ഭക്ഷണത്തിലേക്ക് പിരിയാം. താങ്ക് യു വെരി മച്ച്.